ഓണം എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ഓണം എക്സാമിനേഷന്റെ ടൈം ടേബിൾ ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. +2 വിദ്യാർത്ഥികളുടെ ഓണം എക്സാമിനേഷൻ സെപ്റ്റംബർ 4-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ഓരോ സബ്ജക്റ്റും എന്നൊക്കെയാണെന്ന് വിശദമായി ടൈം ടേബിളിൽ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. എന്നാൽ +1 വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗികമായി ഓണം എക്സാമിനേഷൻ ഇല്ല എന്നാണ് സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും +2 വിദ്യാർത്ഥികൾ ഓണം എക്സാമിനേഷന് എങ്ങനെ തയ്യാറെടുക്കണം, അതിൽ തന്നെ മാത്തമെറ്റിക്സ് എക്സാമിനേഷന് മികച്ച സ്കോർ കണ്ടെത്താൻ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്താണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണ്, ഓണം എക്സാമിനേഷന്റെ നിലവാരം എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ടൈം ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. +2 വിദ്യാർത്ഥികളുടെ ഓണം എക്സാമിനേഷന്റെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞു. വളരെ നല്ല ടൈം ടേബിൾ ആണ്. ആദ്യ എക്സാമിനേഷൻ സെപ്റ്റംബർ 4-ാം തീയതി രാവിലെ 9:30-ക്കാണ്. ആദ്യം സെക്കൻഡ് ലാംഗ്വേജ്, മലയാളമാണെങ്കിൽ മലയാളം, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, അറബിക് ആണെങ്കിൽ അറബിക്, എന്താണോ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ആ എക്സാമിനേഷൻ ആണ് ആദ്യം നടക്കുന്നത്. രണ്ടാമത്തെ ദിവസം, അതായത് ഒരു വ്യാഴാഴ്ച, സെപ്റ്റംബർ 5-ാം തീയതി ഇംഗ്ലീഷ് എക്സാമിനേഷൻ. ആദ്യ 2 വിഷയങ്ങൾ ലാംഗ്വേജ് ആണ്. വളരെ കംഫർട്ടായിട്ട്, വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ഓണം എക്സാമിനേഷൻ എഴുതി തുടങ്ങാം. തൊട്ടടുത്ത ദിവസം ഫ്രൈഡേ, തീർച്ചയായും നമ്മുടെ സബ്ജക്റ്റ് ആണ് മാത്തമെറ്റിക്സ് സബ്ജക്ട്. സോ തീർച്ചയായും ഒത്തിരി സമയം മാത്തമെറ്റിക്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുവാൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ നിങ്ങൾ മാത്തമെറ്റിക്സ് എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. അടുത്ത 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ശനി ഞായർ അവധിയാണ്. മൺഡേ ബയോളജി എക്സാമിനേഷൻ, ധാരാളം 2 ദിവസം. പക്ഷെ 2 ദിവസം ബയോളജി മാത്രം പഠിക്കാൻ പറ്റത്തില്ല. കാരണം തൊട്ടടുത്ത ദിവസം ട്യൂസ്ഡേ ഫിസിക്സ് എക്സാമിനേഷൻ ആണ്. സോ സ്വാഭാവികമായിട്ടും ഫിസിക്സ് എക്സാമിനേഷന് വേണ്ടി സാറ്റർഡേ തയ്യാറെടുക്കുക, സൺഡേ ബയോളജി എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുക. സംഗതി കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് വീണ്ടും ബുധനാഴ്ച നിങ്ങൾക്ക് ഫ്രീ ആണ്, എക്സാമിനേഷൻ ഇല്ല. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. നെക്സ്റ്റ് തേഴ്സ്ഡേ, വ്യാഴാഴ്ച ലാസ്റ്റ് എക്സാം, കെമിസ്ട്രി എക്സാം. അപ്പൊ അതിനും പേടിക്കേണ്ട ആവശ്യമില്ല. വെനസ്ഡേ നിങ്ങൾക്ക് കെമിസ്ട്രി എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കാം. സോ സ്വാഭാവികമായിട്ടും എല്ലാ എക്സാമിനേഷനും അത്യാവശ്യം സമയം നൽകിയിട്ടുള്ള ഒരു മികച്ച ടൈം ടേബിൾ ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. സമയം കുറഞ്ഞു പോയി എന്ന ടെൻഷൻ ഒന്നും വേണ്ട. പതിവിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ഒരു ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓണം എക്സാമിനേഷന്റെ ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, അതാണ് അടുത്ത ചിന്ത. സോ സ്വാഭാവികമായും ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ആയിരിക്കും എന്നായിരിക്കും വിദ്യാർത്ഥികളുടെ അടുത്ത ചിന്ത. തീർച്ചയായും ഓൾറെഡി സർക്കുലറിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്കൂളിലും ഓരോ സബ്ജക്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ അവരവരുടെ കുട്ടികൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്വന്തം ടീച്ചർ, നിങ്ങളെ പഠിപ്പിച്ച ടീച്ചർ തയ്യാറാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ലഭിക്കുക. കേരളം മൊത്തം എല്ലാ സ്കൂളുകളിലും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കുകയില്ല ഓരോ സബ്ജക്റ്റിനും എന്ന് ആദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആകാനാണ് സാധ്യത. എങ്കിലും ചില ടീച്ചേഴ്സ് കുട്ടികളുടെ നിലവാരം അളക്കുന്നതിന് വേണ്ടി നല്ല നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ സെറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീച്ചേഴ്സ് തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ നേരത്തെ തന്നെ അറിയിക്കാനാണ് സാധ്യത. തീർച്ചയായും മാത്തമെറ്റിക്സ് സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്തായിരിക്കും, അതിനുള്ള സാധ്യത എന്ത് എന്ന് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. മാത്തമെറ്റിക്സ് എക്സാമിനേഷന്, ഓണം എക്സാമിനേഷന് 5 ചാപ്റ്റർ ആണ് സ്കീം ഓഫ് വർക്ക് പ്രകാരം നിങ്ങൾ പഠിച്ചു പൂർത്തീകരിക്കേണ്ടത്. 5 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്, തേർഡ് ചാപ്റ്റർ മെട്രിസസ്, ഫോർത്ത് ചാപ്റ്റർ ഡിറ്റർമിനൻസ്, ഫിഫ്ത്ത് ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ 5 ചാപ്റ്ററിൽ നിന്നായിരിക്കും ഓണം എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ സാധ്യത. ചില സ്കൂളുകളിൽ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന 6th ചാപ്റ്റർ പഠിപ്പിച്ചു കാണും. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ പഠിക്കുക. സ്കീം ഓഫ് വർക്ക് പ്രകാരം ഓഗസ്റ്റ് മാസം വരെ 5 ചാപ്റ്റർ പഠിപ്പിച്ചാൽ മതി. അതിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തായിരിക്കും ഓണം എക്സാമിനേഷന്റെ മാത്തമെറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ. തീർച്ചയായും പബ്ലിക് എക്സാമിനേഷന്റെ അതേ ക്വസ്റ്റ്യൻ പാറ്റേണിലായിരിക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും തയ്യാറാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്തമെറ്റിക്സ് സബ്ജക്ട് നിങ്ങൾക്കറിയാം 80 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ 60 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് 60 മാർക്കിന്റെ എക്സാമിനേഷൻ 2 മണിക്കൂർ സമയം, 20 മാർക്കിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ചോയ്സ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ +1 അതേ ക്വസ്റ്റ്യൻ പാറ്റേൺ. 3 മാർക്കിന്റെ 3 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വി ഹാവ് ടു ആൻസർ എനി 6.
4 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. വി ഹാവ് ടു ആൻസർ എനി 6. 6 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ 4 ചോദിക്കും. വി ഹാവ് ടു ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ്. സോ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള വെയിറ്റേജ് എന്തായിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ 5 ചാപ്റ്ററേ ഉള്ളൂ. ഈ 5 ചാപ്റ്ററിൽ നിന്ന് 80 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കണം. സോ സ്വാഭാവികമായിട്ടും വെയിറ്റേജ് ഓരോ ചാപ്റ്ററിനും കൂടുതലായിരിക്കും. ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് 3 മാർക്സിന്റെ ഒരു 2 ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഒരു എസ്എ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവും. 16 മാർക്ക് വരെ വെയിറ്റേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 1-2 മാർക്ക് കൂടാം കുറയാം, അത് നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു 10 മാർക്സിന്റെ വെയിറ്റേജിനാണ് സാധ്യത കാണുന്നത്. 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 2-4 മാർക്ക്, ഒരു 3 മാർക്ക്, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, മാക്സിമം ഒരു 12 മാർക്സ്, 10 ആണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. തേർഡ് ചാപ്റ്റർ മെട്രിസസ് 17 മുതൽ 20 മാർക്കിൽ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളോട് സ്നേഹമുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ 20 മാർക്കിന് തന്നെ ചോദിച്ചതിരിക്കും. പിള്ളേർ എഴുതട്ടെ എന്ന് വിചാരിക്കും. എന്തായാലും 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ 2, 6 മാർക്കിന്റെ ഒരു എസ്എ ക്വസ്റ്റ്യനും ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഡിറ്റർമിനൻസ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ചാപ്റ്ററിന് വേണമെങ്കിൽ 20 മാർക്കിന്റെ വെയിറ്റേജ് കൊടുക്കാം, എങ്കിലും 17-18 മാർക്കിനാണ് സാധ്യത. സോ 3 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ ഒരു എസ്എ ക്വസ്റ്റ്യനും ആ ചാപ്റ്ററിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഫിഫ്ത് ചാപ്റ്റർ അല്ലെ, ഓണം എക്സാമിനേഷൻ തയ്യാറെടുക്കുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 5. ആ ചാപ്റ്ററിന് ഞാൻ കൊടുത്തിരിക്കുന്ന വെയിറ്റേജ് 20 മാർക്സ് ആണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പബ്ലിക് എക്സാമിനേഷനും ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ അത് തന്നെയാണ്. 3 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ, ഒരു എസ്എ ക്വസ്റ്റ്യൻ, 4 എസ്എ ക്വസ്റ്റ്യൻ. കണ്ടിന്യൂറ്റി ഒരു എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കും. മെട്രിസസ്, ഡിറ്റർമിനൻസ്, അതേപോലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. തീർച്ചയായും മെട്രിസസിൽ നിന്ന് എസ്എ ക്വസ്റ്റ്യൻ എന്തായിരിക്കും അതുകൂടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോവാം. എക്സ്പ്രസ് ദ മെട്രിക്സ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ഇല്ലേ, അതായിരിക്കും മിക്കവാറും എസ്എ ക്വസ്റ്റ്യൻ ആകാൻ സാധ്യത. അതേപോലെ ഡിറ്റർമിനൻസിൽ സോൾവ് യൂസിംഗ് മെട്രിക്സ് മെത്തേഡ്, 3 ഇക്വേഷൻ വിത്ത് 3 അൺനോൺസ്, അത് ചോദിക്കാനാണ് സാധ്യത എസ്എ ക്വസ്റ്റ്യൻ. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തും ചോദിക്കാം. 1-2 പാർട്ട് കണക്ട് ചെയ്ത് ഒരു റിലേഷൻ, ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുക, എന്നിട്ട് അത് ഇൻവെർട്ടിബിൾ എന്ന് പ്രൂവ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് കാണുക. ഇങ്ങനെ കണക്ട് ചെയ്ത് ഒന്നിൽ കൂടുതൽ കോൺസെപ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യത. തീർച്ചയായും 4 ക്വസ്റ്റ്യൻ ഉണ്ട്. വി ഹാവ് ടു ആൻസർ എനി 3 ആണ്. അപ്പോൾ ഒരു ചാപ്റ്ററിനുള്ള എസ്എ ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ പോലും മികച്ച സ്കോർ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. താരതമ്യേന നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 5 ചാപ്റ്റർ ആണ് ഓണം എക്സാമിനേഷൻ വരുന്നത്. കാൽക്കുലസിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് 5ാമത്തെ ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ ഓണം എക്സാമിനേഷന് എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. തീർച്ചയായും ഓണം എക്സാമിനേഷന് വേണ്ടി മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ എക്സാമിനേഷന് തയ്യാറെടുക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഓൾറെഡി ഓരോ ചാപ്റ്ററിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 5-6 എപ്പിസോഡുകളായിട്ടാണ് ഓരോ ചാപ്റ്ററും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് കണ്ട് പഠിച്ചാൽ ഫുൾ മാർക്ക് 100% ഉറപ്പാണ്. ടെക്സ്റ്റിലെ എല്ലാ ഇമ്പോർട്ടന്റ് പ്രോബ്ലംസും ആ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായും കഴിഞ്ഞ വർഷത്തെ +1 പബ്ലിക് എക്സാമിനേഷന്റെ അനുഭവത്തിൽ ഈ വർഷവും അതേപോലെ നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് പബ്ലിക് എക്സാമിനേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നും 1-2-3 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് പഠിച്ച് പണി വാങ്ങിക്കാൻ പാടില്ല. കൃത്യമായി സബ്ജക്ട് മനസ്സിലാക്കി, സിലബസ് മനസ്സിലാക്കി, ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി, കണ്ടന്റ് മനസ്സിലാക്കി, വെയിറ്റേജ് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ടു പഠിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ കണ്ടാൽ മതി. ആ ഡീറ്റെയിൽഡ് ക്ലാസിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇനി ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ, ഈ ചാപ്റ്റേഴ്സ് പെട്ടെന്നൊന്ന് റിവിഷൻ നടത്തുന്നതിന് വേണ്ടി, ഒന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി +2 എക്സാമിനേഷൻ സ്പെഷ്യൽ റിവിഷൻ ക്ലാസ്സസ് എന്ന ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ചാപ്റ്ററും 1-1.5 മണിക്കൂർ സമയം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് പ്രധാനപ്പെട്ട തിയറിയും പ്രോബ്ലംസും അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു. അത് മതി നിങ്ങൾക്ക് മോർ ദാൻ 90% സ്കോർ ചെയ്യാൻ. ഓക്കെ, ആവറേജ് കുട്ടികൾക്ക് വേണ്ടി 1 ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ തൽക്കാലം പഠിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട. സബ്ജക്ട് മനസ്സിലാക്കി, കാര്യം മനസ്സിലാക്കി പഠിക്കൂ, എങ്കിൽ മാത്രമേ പബ്ലിക് എക്സാമിനേഷന് നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. സോ ഓണം എക്സാമിനേഷൻ വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കുക. തീർച്ചയായും
വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിനേഷൻ, മോഡൽ എക്സാമിനേഷൻ, പബ്ലിക് എക്സാമിനേഷൻ, ആ എക്സാമിനേഷനുള്ള ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ ആദ്യത്തെ 5 ചാപ്റ്റർ പഠിച്ച് പൂർത്തീകരിക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഈ അവസരം പാഴാക്കരുത്. ഓണം എക്സാമിനേഷൻ അല്ലേ, അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട, നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ അതിന് വലിയ പ്രാധാന്യം വേണ്ട എന്ന തെറ്റിദ്ധാരണയൊന്നും വേണ്ട. എല്ലാ എക്സാമിനേഷനും എക്സാമിനേഷന്റെ ഗൗരവത്തിൽ തന്നെ എടുക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ ഇതാണ് +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അറിയിപ്പ്. തീർച്ചയായും +1 വിദ്യാർത്ഥികൾ ഓൾറെഡി ഹയർ സെക്കൻഡറി സിലബസിലേക്ക് എത്തിക്കഴിഞ്ഞു. അവർ പഠിച്ചു തുടങ്ങിക്കാണും. ചില സ്കൂളുകളിൽ 2 ചാപ്റ്റർ പഠിപ്പിച്ചു കാണും, 3 ചാപ്റ്റർ പഠിപ്പിച്ചു കാണും, 4 ചാപ്റ്റർ പഠിപ്പിച്ചു കാണും, ചിലപ്പോൾ 5 ചാപ്റ്റർ. നിങ്ങൾക്ക് ഔദ്യോഗികമായി ഓണം എക്സാമിനേഷൻ ഇല്ല എങ്കിലും ചില സ്കൂളുകളെങ്കിലും ഒരു മിഡ് ടേം എക്സാമിനേഷൻ എന്ന രീതിയിൽ +1 വിദ്യാർത്ഥികൾക്ക് എക്സാമിനേഷൻ നടത്താൻ സാധ്യതയുണ്ട്. അതും നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം നിങ്ങൾ +1 ആണല്ലോ. നിങ്ങളെ പേടിപ്പിക്കാത്ത, നിങ്ങളെ ഭയപ്പെടുത്താത്ത, നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കാനാണ് സാധ്യത. +1 വിദ്യാർത്ഥികൾക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്, റിവിഷൻ ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അതുപോലെ +1ലും +2ലും പബ്ലിക് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഈ വർഷത്തെ റെഗുലർ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാം. അവിടെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, റിവിഷൻ ക്ലാസ്സസ്, എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. തീർച്ചയായും ഈ വർഷത്തെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉൾപ്പെടെ ഒത്തിരി കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ എല്ലാ വിദ്യാർത്ഥികളും ഇന്നു മുതൽ തന്നെ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ, അല്ലെ, സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതല്ല. നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടത്, അല്ലെ, മറ്റൊരാളുടെ പ്ലാൻ അല്ല നിങ്ങളുടെ പ്ലാൻ. നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ തയ്യാറാക്കുക. നേരത്തെ പറഞ്ഞ ടൈം ടേബിൾ അനുസരിച്ച് എക്സാമിനേഷന് മുന്നേ ഇതുവരെ പഠിപ്പിച്ച പോർഷൻസ് എങ്ങനെ കവർ ചെയ്യാം എന്ന് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യൂ. അതാണ് ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ. നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ തന്നെ തയ്യാറാക്കുക. സോ എല്ലാവർക്കും ഓണ എക്സാമിനേഷൻ മികച്ച രീതിയിൽ എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.